കേരളത്തിലെ ഏറ്റവും സുന്ദരമായ നാട് ഏത് ചോദിച്ചാൽ ഞാൻ ഒന്ന് പറയും പാലക്കാടിലെ കൊല്ലംകോട്, രണ്ടാമത് ആലപ്പുഴ കൈനഗിരി. ഈ രണ്ട് നാട്ടിലും എത്ര ചെന്നാലും നമുക്ക് മടുക്കത്തില്ല. കൈനഗിരിക്ക് ഒരു പ്രത്യേക രുചിയുടെ ഒരു കൂട്ടുകൂടി ഉണ്ട്. കാരണം നിരവധി കള്ള് ഷാപ്പുകൾ, അല്ലാതെ തന്നെയുള്ള കുറേ ചെറിയ ചെറിയ ഹട്ട് പോലെ ചില ഹോട്ടലുകൾ, അങ്ങനെ പല രുചി നിങ്ങളിൽ എത്തിച്ചു തോന്നണം നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ലാന്ന്, ഇത് നല്ല മണം വന്നിട്ടേ അപ്പം കാര്യം മനസ്സിലായിണ്ടാവില്ല എന്താ പരിപാടി എന്നുള്ളത്. അപ്പം തള്ളി മറിക്കുന്നില്ല, പോവാ. നല്ല മഴയാട്ടോ, മഴയത്ത് നല്ല ചൂട് ഭക്ഷണം. ആഹാ അന്തസ്. നമ്മളെ ഹൈലൈറ്റ് ഇപ്പോ താറാവും പാലപ്പോ പിന്നെ കൊഞ്ച്, കരിമീൻ, അതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടുന്ന് ഒന്ന് വാങ്ങിക്കുന്നവർ 9 പ്രാവശ്യം മേടിച്ചിട്ട് പോകുള്ളൂ. എങ്ങനെ കള്ളിഷാപ്പിലേക്ക് എത്താൻ ഹസ്ബൻഡ് ചെത്തുകാരനായിരുന്നു. ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഷാപ്പ് അനിയന്റെ വീട്, അനിയന് ഓഹരി. അപ്പോഴത്തേനും അനിയൻ അത് വാടകയ്ക്ക് കൊടുത്തു. വീടായിരുന്നു ഇത്, നമ്മുടെ കുടുംബ വീടായിരുന്നു. ഷാപ്പ് കൊണ്ട് വലിയ നേട്ടം നിങ്ങൾ കാണുന്നില്ല. എല്ലാവരും കൂലി കൊടുത്തു വരുമ്പോ അവർക്കും മുതലാകുന്നില്ല. ചെത്തി നിർത്തി കഴിഞ്ഞപ്പോ പുള്ളിക്ക് എല്ലാത്തിനും അറിയാമല്ലോ. അത് കാരണം ഇത് പുള്ളിനെ ഏൽപ്പിച്ച്, പുള്ളിക്കും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോ നമ്മള് ഫുഡിലേക്ക് മാറി. ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളായിരുന്നു ആദ്യം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും മേടിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഇച്ചിരി വിപുലമാകാൻ തുടങ്ങി. ഒരാളെ നിർത്തി, രണ്ടാളെ നിർത്തി, ഇപ്പൊ ഞങ്ങൾ 10-12 പേരുണ്ട്. കുടുംബമായി മാറി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കായലിനുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ വിറകടുപ്പിലാണ് ഇത് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. എല്ലാം വെളിച്ചെണ്ണ തന്നെ. ഇതാണ് കായൽ തിരണ്ടി. നല്ല 10-30 കിലോളം വരും. മുള്ളൊന്നുമില്ല, നല്ല മാംസമാണ്. കണ്ടില്ലല്ലേ? എടുത്ത് കാണിക്കണോ? പറഞ്ഞോണ്ട് കായൽ തിരണ്ടിയാണ്. വേമ്പനാട്ട് കായലിൽ നിന്ന് പോയി ചൂണ്ട വെച്ച് പിടിച്ചുകൊണ്ട് ഒരു സാധനമാണ്. വലയിൽ കിട്ടുന്ന സാധനമല്ല ഇത്. പ്രാക്ടീസ് ഉള്ളവരാണ് ഇത് പോയി പിടിക്കുന്നത്. നമ്മളൊന്നും പോയാൽ കിട്ടത്തൊന്നുമില്ലായിരിക്കും. 30 കിലോ, 40 കിലോ, 50 കിലോ ഒക്കെ ഉള്ള തിരണ്ടിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി, വെളിച്ചെണ്ണ, കുടംപുളി വെള്ളം ഒഴിച്ച് പറ്റിച്ചെടുത്ത് വെക്കും. പിന്നെ നമ്മൾ ബട്ടറോ ഓയിലോ, അതായത് സ്റ്റോയിൽസോ ചോദിക്കുന്നെങ്കിൽ അതിനകത്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ, ഒരുപാട് വേഗണ്ട, ഓൾറെഡി കുക്ക് ചെയ്താണ്, അതിന് മേളിൽ പെപ്പർ മാത്രം ഇടുക, കുക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേരളത്തിലെ ഈ കള്ള് ഷാപ്പിൻ്റെ ഒരു സംസ്കാരം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പല കള്ള് ഷാപ്പ് വൈഫൈ അടക്കമുള്ള സൗകര്യങ്ങളാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ തന്നെ എല്ലാം കുറേ ഹട്ട്, ഒരു 10ഓളം ഹട്ട് ഉണ്ട്. ഇനി അല്ലാതെ വേണം വീടിൻ്റെ അകത്തിരുന്ന് അവർ ക്യാബിനായിട്ട് തിരിച്ചിട്ടുണ്ട്. മാതാവാസിലെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്താ വെച്ചാൽ, ആ ഫ്രണ്ട് സൈഡ് മൊത്തം വേമ്പനാട്ട് കായലിൻ്റെ ഭാഗം, നേരെ ബാക്ക് സൈഡ് വന്നു കഴിഞ്ഞാൽ നീണ്ടു കിടക്കുന്ന പച്ച വിരിച്ച നല്ല നെൽപ്പാടം. ആലപ്പുഴയ്ക്ക് ഓരോ സമയവും ഓരോരോ കാഴ്ച ഭംഗിയാണ്. മാതാവാസിലെ പ്രധാന ഹൈലൈറ്റ് നേരത്തെ നമ്മൾ കണ്ടില്ലേ, വലിയ മീൻ, കായൽ തിരണ്ടി. ആ ഇറ്റാട്ടത്, അയ്യോ, നമ്മൾ എല്ലാം ഓർഡർ ചെയ്തിട്ടില്ല, കുറച്ച് ഐറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ആ കായൽ തിരണ്ടി. കാരണം നേരത്തെ കണ്ട വലിയ മീനില്ലേ, ശൈലജ പറഞ്ഞ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഐറ്റം. എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തിട്ട് കട ഷാപ്പ്. ഇവിടെ താറാവും അപ്പവും. ഈ ആലപ്പുഴ ജില്ലയിലെ താറാവ് കറിൻ്റെ ടേസ്റ്റ് അത് കേരളത്തിൽ എവിടെ നിന്ന് കഴിച്ചാലും കിട്ടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കായലിനുണ്ട്, പിന്നെ പ്രോൺസ് ഉണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, കക്കയുണ്ട്, കേരയുണ്ട്. കരിമീനെ നമുക്ക് വേണ്ട പോലെ ചെയ്യും. കരിമീൻ മപ്പാസോ പൊള്ളിക്കലോ എന്താ വെച്ചാൽ പക്ഷെ നാരങ്ങ എടുത്ത് ഇങ്ങനെ കരിമീനിലേക്ക് പിഴിയാം. പൊളിക്കും.
എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പ്രോപ്പർ കൈനഗിരി പറയാം. കാരണം ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. കാരണം പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ കൈനഗിരിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭരണസിരാ കേന്ദ്രങ്ങളും ഈ ചുറ്റുഭാഗത്താണ്. ഞാൻ എല്ലാം കഴിച്ച് മെല്ലെ അങ്ങ് വിട്ടേക്കും. ഇനി ആലപ്പുഴ ഭാഗത്ത് വരുന്നവരുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം വീണ്ടും പാകലാം. വീണ്ടും സന്ധിക്കും വരാം. വണക്കം.